Audience. രാവിലെ വരുന്നത് ഞാൻ ഓർത്തത് ആരാ ഇത്ര രാവിലെ എന്താ മാവാ ബാഗൊക്കെ ആയിട്ട് പറയേ. എനിക്കൊരു ക്ഷീണം, ഞാൻ ഒന്ന് കിടക്കട്ടെ. അല്ല അപ്പൊ പറ. ചേട്ടൻ പറഞ്ഞാ മതി. എന്താ ഒന്നുമില്ല. പിന്നെ കിടക്കാൻ പോണെന്ന് പറഞ്ഞു. അല്ല അവള് ഇന്നലെ ഒരു 1-2 പ്രാവശ്യം ഛർദിച്ചവള്. അയ്യോ. പിന്നെ പെട്ടെന്ന് തലകറങ്ങി വീണു. അപ്പൊ ഞാൻ വെള്ളം തെളിച്ചിട്ട് ബോധം വന്നപ്പോ പറഞ്ഞു എന്നാ നമുക്ക് ആശുപത്രി പോയി പറഞ്ഞപ്പോ അതിൻ്റെ ഒന്നല്ല, എനിക്ക് രാവിലെ നേരത്തെ ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. അതെ. അമ്മായി ഇങ്ങോട്ട് നോക്കി. എന്താ പറ്റിയേ? ഒന്നുമില്ല, എനിക്കെന്തോ ഒരു തലവേദന. തലവേദന തന്നെയാണോ? പറ, സത്യമാണോ? എന്തോ ഒരു ചെറിയൊരു അസ്വസ്ഥത. ടെസ്റ്റ് ചെയ്തില്ല അപ്പൊ ഇത്ര നേരമായിട്ട്? അതെന്താ? ഞാനിപ്പോ എല്ലാവരോടും പോയി ഒരു ഇത് മേടിച്ചിട്ട് വരാം. ക്ലീറ്റോനോട് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ചെയ്യുന്ന സാധനം മേടിച്ചിട്ട് വരാം. എന്തെങ്കിലും തിന്നാനൊക്കെ തോന്നുന്നുണ്ടോ? അപ്പൊ അത് തന്നെ. ഞാൻ എല്ലാവരോടും പറയട്ടെ. അമ്മേ, കനക, തിരിഞ്ഞ് ക്ലീറ്റോ, ക്ലീറ്റോ, എന്തോ? നീ എന്തോന്ന് പറഞ്ഞത്? അമ്മായി ഗർഭിണിയാന്ന്. അതെങ്ങനെ ശരിയാവും? അതൊന്നും ശരിയാവൂല. ചുമ്മാ പറഞ്ഞിരിക്കും. ചുമ്മാതോ? സംശയം തോന്നിയിട്ട് അമ്മായി സംശയം പറഞ്ഞുകൊണ്ട് കനകം പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മറ്റേ സാധനം മേടിച്ചോണ്ടു ടെസ്റ്റ് ചെയ്യണത്. സത്യമാ? അസാധനല്ലേ? അത് ചുമ്മാ, അത് ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്. അത് വെറുതെ വെറുതെ. അയ്യോ, ഇത് 2 വരെയും വന്ന അമ്മായിക്ക് മറ്റേ മാങ്ങ തിന്നാനും അത് തിന്നാനൊക്കെ കൊതിയുമായി തുടങ്ങി. തന്നെയല്ല, മുഖമൊക്കെ നല്ലോണം വിളറിയിട്ടുണ്ട്. അവർക്ക് പണ്ടേ കൊതി കൂടുതലാ. ഇത് അതൊന്നും അല്ല, അതൊന്നും ആയിരിക്കില്ല. ഒരു പെണ്ണിനറിയാം വേറൊരു പെണ്ണിനെ കണ്ടാ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത്. എന്തേ ഇതെങ്ങനെ ശരിയാവും തങ്കം? അത് പറ്റൂല. എന്താ പറ്റാത്തത്? ഗർഭിണി ആയല്ലോ, പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ? മുത്തിന്റെ ഭാവി. മുത്തിന്റെ ഭാവി അമ്മായിയുടെ ഗർഭവും തമ്മിൽ എന്താ ബന്ധം? അമ്മാവ് ഒരു 15 സെന്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 15 സെന്റ് വിറ്റിട്ടാണ് മുത്തിനെ പഠിപ്പിക്കാനും അവളെ കല്യാണം നടത്താനും ഒക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കണത്. ഇനിയിപ്പോ വേറൊരു അവകാശം വരൂലേ? അപ്പം
അമ്മാവന്റെ 15 സെന്റ് കണ്ടിട്ടാണ് നിങ്ങൾ അവളെ പഠിപ്പിക്കാൻ വിട്ടേക്കണത്. ആ പിന്നെ നീ എന്ത് കണ്ടിട്ടാ പഠിക്കാൻ വിട്ടേക്കണത്? ഇതിപ്പോ ഉണ്ടല്ലോ അവരുടെ കുടുംബകാര്യാണ്. ക്ലീറ്റ് ഇവിടെ കിടന്ന് വായ പിടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. തങ്കം, എന്റെ കണക്കൂട്ടലൊക്കെ തെറ്റി. ശ്ശോ, എന്തെല്ലാം ഞാൻ കണക്കൂട്ടി വെച്ചാണ്. ചീരത്തോട്ടത്തിന്റെ ഷെയർ, ആ വീടിന്റെ ഷെയർ, പിന്നെ തരാന്ന് പറയാ 15 സെന്റ്. എന്റെ സമ്പാദ്യം എല്ലാം പോയല്ലേ കർത്താവേ. ഇനി തക്കൂട് വളർന്നു വരെയാണ്. അവന് ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ രൂപ എത്ര ആവും? എല്ലാം തകർത്ത് കളഞ്ഞ്. ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലീറ്റോന്ന് അറിയായിരുന്നോ? അറിയാന്നുള്ളതല്ലേ ഞാൻ 2 കൈയും വിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് നടക്കണത്. ഒരു കാര്യം ചെയ്, പോയത് പോട്ടേന്ന് വെക്ക്. ഇനിയെങ്കിലും ഇപ്പൊ മനസ്സിലായല്ലോ, തക്കടുവിന്റെ കാര്യമുണ്ട്, മുത്തിന്റെ കാര്യമുണ്ട്, നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, അമ്മാവന്റെ ഇത് കിട്ടൂല. അപ്പൊ ഒരു കാര്യം ചെയ്, ഏതെങ്കിലും ദുബായിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും, ഇവിടെ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകാൻ നോക്കി ഇനിയെങ്കിലും. എങ്ങനെയാണ് ഞാൻ ഇനി ഒരു ജോലിക്ക് പോണത്? എന്താ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? പറ്റൂലേ? ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ, ആൾക്കാരെന്നെ അല്ലേ അങ്ങനെ കണ്ടക്ടല്ലേ. ഇനി എനിക്കൊരു ബസ്സിൽ കണ്ടക്ടറായിട്ട് പോകാൻ പറ്റുമോ? ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് പോകാൻ പറ്റുമോ? ഞാനെങ്കിലും കടയിൽ ചെന്ന് നിൽക്കാൻ പറ്റുമോ? ആൾക്കാരെ അയ്യേ എന്നാക്കും. എന്നാൽ ഈ അമ്മായിക്ക് ഏത് സമയത്താണോ എന്തോ ഇതൊക്കെ തോന്നിയത്. അതെ, അമ്മാവനെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് തിരിപ്പിക്കും. സത്യത്തില്ല, എന്റെ ആവശ്യമായി പോയി. അല്ലെങ്കിൽ ഞാൻ തെണ്ടി തിരിഞ്ഞു ഇവിടെ തേരാപ്പാല നടക്കേണ്ടി വരും. എനിക്ക് കൊതി തോന്നുമ്പോഴത്തേക്ക് തിന്നാനായിട്ട് ഞാനിങ്ങനെ ഇട്ട് വച്ചേക്കും ഒത്തിരി. മാങ്ങയോ? കൊള്ളാമോ? വേണോ? ഒരുപാട് തിന്നണ്ട, കുറേശ്ശെ തിന്നു. നീ വച്ചേക്ക, ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിച്ചോളണം കേട്ടാ. എന്തായാലും ദേവി പ്രാർത്ഥന കേട്ടെന്ന് പറഞ്ഞാൽ മതിയല്ല. എൻ്റെ ചെറുക്കൻ ഏതെല്ലാം അമ്പലങ്ങളിൽ കൊണ്ട് നടന്നതാണ്. ഷോ, എന്താ പ്രായം കഴിഞ്ഞുള്ള ഗർഭമാണ്, അറിയാലോ. വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ പോയി കാണണം. ചിലപ്പോൾ ഈ ശരീരം ഇനിയിപ്പോൾ അനങ്ങപ്പിഴങ്ങാനും വല്ലതും ആയിപ്പോയാലെയോ ഭഗവാനേ. ഇനി പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ പോയാൽ മതി ഇവിടെ നിന്ന് കേട്ടാ. എൻ്റെ മോൾ ഇവിടെ നിന്നേച്ചാൽ മതി കേട്ടാ. നീ പറഞ്ഞില്ലേടി മസാല ദോശ? ഞാൻ വെച്ചേട്ടാ. മോളെ ഗിരിജേ, ചേച്ചി ചേച്ചി കൂടെ വാ. അല്ല ഞാൻ ചുമ്മാ ഇങ്ങോട്ടൊന്ന് വന്നതേ ഉള്ളൂ. അല്ല ഒന്നുമില്ല, കൊടുക്കുന്നില്ല. അല്ല ഇവള് മസാല ദോശ തിന്നട്ടെ തിന്നട്ടെ. അയ്യോ അല്ല ചേച്ചി. തന്നെടാ, ഞാൻ വരാം. നാണക്കടായി. എന്ത് നാണക്കേട്? അല്ല ചേച്ചി എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവോ? ചേച്ചി എന്ത് കരുതാനാ? ചേച്ചി ഇതൊക്കെ കഴിഞ്ഞല്ലേ വന്നത്. അതെ, പക്ഷെ എനിക്ക് ഇത്രയും പ്രായമായിട്ട് ഇങ്ങനെ കാണിക്കുമ്പോ എന്തെങ്കിലും പോ ചേട്ടാ. ഇതിപ്പോ ഗിരിജ പാവം ഒരുപാട് വഴിപാടുകളൊക്കെ നേർന്ന് അവസാനം ഈശ്വരൻ കണ്ടു നടന്നു. ഇപ്പൊ കനകനും കുട്ടികളൊക്കെ എന്നെ കളിയാക്കുക. ഈ വയസ്സുകാലത്ത് അച്ഛനാവുക എന്നൊക്കെ പറഞ്ഞു. നീയും എന്നെ കളിയാക്കാൻ വിളിച്ചാണ്? ഞാൻ കളിയാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചല്ല, ഞാൻ കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. പിന്നെ ഈ ആൾക്കാർ കളിയാക്കും. കാരണം ഈ പറഞ്ഞ മാതിരി ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു തോന്നിയ ദിവസമൊക്കെ നടക്കുമ്പോൾ പിന്നെ ആരായാലും കളിയാക്കൂലേ? അല്ല അമ്മ, ഞാൻ പറയണോണ്ട് വേറൊന്നും തോന്നരുത്. ഈ
നമ്മുടെ ഇപ്പോഴത്തെ പ്രായം അത് നമ്മളൊന്ന് ആലോചിക്കണം. ഇപ്പോഴത്തെ ശരാശരി മനുഷ്യനൊരു 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ അവൻ്റെ ആരോഗ്യമെല്ലാം ക്ഷയിച്ച് അവന് എണീറ്റ് നിൽക്കാൻ അവൻ്റെ അസ്ഥികൾ അവൻ്റെ ആകെ പ്രശ്നങ്ങളാണ് അവൻ്റെ ശരീരം എടുത്തു കഴിഞ്ഞാൽ. അപ്പം പിന്നെ ഈ 60ാമത്തെ വയസ്സിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മാവനെ സംബന്ധിച്ച് പണ്ട് നമ്മൾ ഈ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ ബിസ്ക്കറ്റ് ചാടി കടിക്കൂലേ, ഇങ്ങനെ കുറേ ചാടി 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 അവസാനം ഒരു കടി കെറ്റുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതുപോലത്തെ ഒരു അവസ്ഥയാണ് അമ്മാവനിപ്പോൾ. ഇപ്പോഴത്തെ അമ്മാവൻ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ സന്തോഷത്തിലാണ് അമ്മാവനും അമ്മായി എന്ന് എനിക്കറിയാം. പക്ഷേ ഇത് വലിയ അപകടമാണ് അമ്മാവൻ. അല്ല ഞാൻ പറഞ്ഞുതരാം. അമ്മാവനിപ്പോൾ തന്നെ 65 വയസ്സായി, അമ്മായിക്ക് ഏതാണ്ട് 50 വയസ്സ് കഴിഞ്ഞു. ഈ പ്രായത്തിലിടയ്ക്ക് ഇങ്ങനൊരു കുഞ്ഞ് ജനിച്ചാൽ പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് അമ്മാവന് തോന്നുന്നുണ്ടോ? അല്ല ഞാൻ പറയണം അമ്മാവ, ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷനാണ്. അഥവാ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ ചിലപ്പോൾ എന്തെങ്കിലും വൈകല്യമുള്ളത് അങ്ങനെ ആവാതിരിക്കട്ടെ. അല്ല ഞാൻ പറയാണ്, സമൂഹത്തിൽ നമ്മൾ ഓരോന്ന് കാണുന്നുകൊണ്ട് പറയാണ്. മാത്രമല്ല അതിനകത്ത് വേറൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രസവത്തോടെ ചിലപ്പോൾ കുട്ടിയെ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ അമ്മയെ കിട്ടിയെന്നിരിക്കും. ആരെങ്കിലും ഒന്നിനെ കിട്ടാറുള്ളൂ ഇങ്ങനെയുള്ള കേസുകളിൽ. വേറെ ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞല്ല. ഇപ്പം അമ്മാവിൻ്റെ ചെറിയ പ്രായത്തിലായിരുന്നു ഒരു കല്യാണം കഴിച്ചതൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊരു ഞാൻ ഒന്നിനും എതിർക്കില്ലായിരുന്നു. എനിക്ക് അമ്മാവനും അമ്മായിയൊക്കെ എന്നും സന്തോഷത്തോടെ കാണണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയണത്. കനകനും തങ്കും ചേച്ചിക്ക് ഭയങ്കര സന്തോഷത്തിൽ അവരൊന്നും ഇങ്ങനെ പറഞ്ഞു. അല്ല, അവരിതിനെ കുറിച്ച് ആധികാരികമായിട്ട് ചിന്തിക്കാത്തതുകൊണ്ടാണ് അമ്മാവ. പക്ഷെ ഞാനതല്ല, എനിക്ക് എൻ്റെ അമ്മാവനും അമ്മാവിയും എന്നും ജീവനോടെ വേണം. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മാവനും അമ്മാവിയെ നഷ്ടപ്പെടുത്താനൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടേ എനിക്ക് പറയാനുള്ളത് ഇതങ്ങ് ഒഴിവാക്കണല്ലേ നല്ലത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മാവും ഒന്ന് നല്ലപോലെ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്ക്, എന്നിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അമ്മാവനും അമ്മായിയൊക്കെ എന്നും കൂടെ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. എന്താ പരിപാടി? ഞാനിപ്പോ വിചാരിച്ചുള്ള മനസ്സിൽ എന്തൊക്കെയാണെന്ന് വന്ന് നോക്കണമല്ലോ എന്ന്. ഒന്നുമില്ല, ഞാൻ എന്തേ കറി വെക്കാൻ വേണ്ടി കിഴങ്ങ്. ക്ലീറ്റ് എവിടെ പോയതാ? ക്ലീറ്റ പുറത്തോട്ട് വരാൻ പോയിട്ടുണ്ടോ? എന്തെങ്കിലും എന്നും പോവില്ലേ. എന്ത് പറ്റി? എന്തെങ്കിലും വേണോ? എന്തെങ്കിലും മേടിപ്പിക്കണോ? പറ. പിന്നെ എന്ത് പറ്റി? ചേട്ടൻ എന്തോന്ന് പറഞ്ഞോടി ഭയങ്കര സന്തോഷമായിരുന്നു നേരത്തെ. മസാല ദോശയൊക്കെ മേടിച്ചോണ്ട് തന്നിട്ടൊക്കെ ഇരുന്നതാ. പെട്ടെന്ന് ഒരു മൂഡ് ഓഫ്, ഒരു വിഷമവും ഒന്നും വേണ്ടത് പുറത്തോട്ട് ഇറങ്ങിപ്പോയി. പിന്നെ അമ്മായിക്ക് തോന്നുന്നത് അമ്മാവൻ എന്ത് വിഷമം ഇപ്പൊ ഏറ്റവും സന്തോഷിക്കേണ്ട സമയത്ത്. അല്ലടി, ഞാൻ ചോദിച്ചിട്ടൊന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങിപ്പോയി. അത് ചിലപ്പോ ഇങ്ങനെ ഇനിയിപ്പോ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കണ്ടേ, ഇനിയിപ്പോ ആകെ തിരക്കല്ലേ, അതിന്റെ ഒരു ചിന്തയിൽ പോയതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാം അമ്മായി, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. വിഷമിക്കാനാണെങ്കിൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. വെറുതെ എന്നാലും നല്ല പൂ പോലെ ഒരു കുഞ്ഞിനെ നമുക്ക് വേണ്ടേ? വീട്ടിലെല്ലാവരോടും പറഞ്ഞോ? ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ എല്ലാവരും. ഭയങ്കര സന്തോഷം എല്ലാവർക്കും. അമ്മായിക്ക് ആൺകൊച്ച് വേണമെന്നാണോ പെൺകൊച്ച് വേണമെന്നാണോ? ആൺകൊച്ച്. എനിക്കൊക്കെ പെൺകൊച്ചിനോടായിരുന്നു കൊതി. അതുപോലെ തന്നെ പെൺകൊച്ചിനെ കിട്ടി. അപ്പൊ ആൺകൊച്ചിനെ തന്നെ കിട്ടും. പേരും എല്ലാം കണ്ടു വെച്ചിട്ടുണ്ടോ? പേരൊക്കെ നിങ്ങൾ ഇട്ടാ മതി. നല്ലൊരു പേര്. നല്ലൊരു പേരുണ്ടായിരുന്നു. എന്നെ അതിടാൻ ആരും സമ്മതിച്ചില്ല. എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെന്ത് പേരാ? നാരായണൻ. നാരായണനോ? ഭഗവാന്റെ പേരല്ലേ? എന്നാലും നല്ല പേരാ, ഇട്ടോ. നാരായണൻ. നാരായണ ഗിരിരാജൻ. നല്ല ഇടുപ്പായിരിക്കും. നാരായണൻ ഗിരിരാജൻ. എന്താ ഇവിടെ? ഇല്ല, വെറുതെ അമ്മാവൻ അവിടെ ജംഗ്ഷനിൽ ഇപ്പോൾ അവിടെ വെച്ച് ഞാൻ കണ്ടിരുന്നു. നീ ആ പറഞ്ഞതിന്റെ ശേഷം മനസ്സിനൊരു സുഖമില്ല. അപ്പൊ ഞാൻ കുറെ നേരം അമ്പലത്തിന്റെ അവിടെ ആലിന്റെ അവിടെ ഇരുന്നു. അല്ല മാമ, അതിപ്പോ വേറെ അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല. എന്നോട് 1-2 പേര് പറഞ്ഞപ്പോൾ ആ അഭിപ്രായം ഞാൻ അമ്മാവനോട് പറഞ്ഞു. പക്ഷെ വേറെ 2-3 എന്നോട് പറഞ്ഞു അതത്ര കുഴപ്പമൊന്നുമില്ല, സൂക്ഷിച്ചാൽ മതി. പിന്നെ തങ്കവും ഏതാണ്ട് ഈ പ്രായത്തിലല്ലേ 2ാമത്തെ പ്രസവിച്ചത്. എന്നിട്ട് തങ്കത്തിന് കുഴപ്പമൊന്നുമില്ല. തങ്കത്തിനെ പോലെ തന്നെ അമ്മായിക്ക് നല്ല ആരോഗ്യമുള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല.
ഞാനും അതാണേ ഗിരിജോട് പറയാനൊരു പേടി. അതൊന്നും ഇല്ല. ഇവിടെ നമ്മളെല്ലാരും ഇല്ലേ അമ്മ? ഒന്നും പറ്റില്ല. ഒന്നുമില്ല. നമ്മള് ഈശ്വരൻ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ അങ്ങനെ നടക്കട്ടെ. പിന്നെ നമ്മളത് സൂക്ഷിച്ചാ മതി. ഒപ്പണ്ടാവണേടാ. എന്താ അമ്മാവ അങ്ങനെ പറയണേ? ഞാൻ എപ്പോഴും അമ്മാവന്റെ കൂടെ അല്ലേ? അന്ന് ഈ അത് പറഞ്ഞപ്പോഴേ എനിക്കൊരു അമ്മാവൻ നമ്മളെ കൂടെ ഉണ്ടാവുമല്ലേ എപ്പോഴും, ഇല്ലേ? നമുക്ക് അവളെ ഒരു ഡോക്ടറെ കൊണ്ടായി കാണിക്കണം. അവളുടെ ആരോഗ്യസ്ഥിതി അത് ഇതൊക്കെ അത് അങ്ങനെ പേടിക്കില്ല അമ്മാവ. ഇപ്പൊ എടുത്തുചാടി ഒന്നും ചെയ്യണ്ട, സൂക്ഷിച്ചാ മതി. പിന്നെ അല്ല അമ്മാവ, വേറൊരു കാര്യം, ഞാനേ അമ്മാവൻ പറയണതൊന്ന് നോക്കി അങ്ങനെ നിൽക്കുമായിരുന്നു. അവിടെ വീട്ടിലോട്ട് പോയിട്ട് പറയാനുള്ള കാര്യമല്ല. നമുക്കത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാതെ. എന്ത് നീ പറഞ്ഞാലും ഞാൻ കേൾക്കും. കാരണം എനിക്ക് ഇത് അത്ര പരിചയമില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടല്ലേ. അതായത് അമ്മാവ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ, ആ ചീരത്തോട്ടത്തിൻ്റെ അവിടെ കിടക്കണ 30 സെൻറ്റ് സ്ഥലത്തിൽ 15 സെൻറ്റ് മുത്തിന് തരാമെന്ന് പറയുമായിരുന്നല്ലോ. അപ്പം അത് മുത്തിന് തന്നെ തരണം, ആ 15 സെൻറ്റ്. കാരണം എന്തറിയാമോ, അതൊക്കെ കണ്ടിട്ടാണ് മുത്തിനെ ഞാൻ ഡോക്ടർ പഠിക്കാൻ വിട്ടത്. ഇനി അവളെ കല്യാണം നടത്തണം, അതൊക്കെ വിറ്റിട്ട് എന്താ ക്ലീറ്റ് അത് ഈ വിവരമില്ലാണ്ട് ഓരോന്ന് പറയുന്നത്. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനും ഗിരിജി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾക്കൊരു അവകാശം കൂടി വരില്ലേ. അപ്പൊ പിന്നെ അവന്റെ തീരുമാനം എന്താണെന്ന് അറിയാണ്ട് നമുക്ക് അങ്ങോട്ട് കണ്ട പോലെ ആർക്കെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റുമോ? എന്ത് വർത്താനാണ് അമ്മാവൻ പറയണത്? അമ്മാവൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ചിട്ടല്ലേ ഞാൻ ഇതൊക്കെ ഓരോന്ന് ചെയ്യണത്. എടാ, എനിക്കന്ന് അവകാശികൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്റെ ചോരയിൽ ഒരു കുഞ്ഞ് പറക്കുമ്പോ അവനല്ലേ തീരുമാനിക്കാൻ, അല്ലെങ്കിൽ അവളല്ലേ തീരുമാനിക്കാൻ എന്റെ സ്വത്ത് എന്ത് ചെയ്യണത്? ഈ അവകാശം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് വേണ്ടെന്ന് വെക്കാൻ കൊച്ചിനെ. അതുകൊണ്ടാണ് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് നീ എന്നെ പേടിപ്പിച്ചില്ലേ. നീ അങ്ങനെ നോക്കിയാൽ നീ എന്റെ കൊച്ചിനെ കൊല്ലിക്കൊല്ലടാ. നീ ഇതിന്റെ മുമ്പ് പല പ്രാവശ്യം എന്റെ സ്വത്തിന് വേണ്ടി ഓരോന്ന് ചെയ്തോണ്ട് എനിക്കറിയാം. എന്ത് പറയണ്ടേ, നീ ഒന്നും പറയണ്ട. ഇപ്പോഴാണ് നിന്റെ ഒക്കെ തനിതറ എനിക്ക് മനസ്സിലായത്. അമ്മായി എന്തേടാ അമ്മ ഒരു ക്ലീനർ പച്ചവിടെ റോഡിൽ കിടന്ന് അടിയുണ്ടാക്കുന്നു. അയ്യോ ഗിരിജേട്ടാ, ഗിരിജേട്ടാ, അമ്മായി, ഗിരിജേട്ടാ, ഓടല്ലേ, അമ്മായി പറഞ്ഞത് ഓടല്ലേ. നല്ല സ്വപ്നമായിരുന്നു. സ്കൂളിൽ പോകുന്നില്ല അമ്മ. ഈ അമ്മയുടെ കേൾപ്പാനിട്ടോ ഒന്നും കേൾക്കുന്നില്ല. അമ്മ ഒന്ന് പറയൂ അമ്മ, പ്ലീസ്, ആ സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടി. അമ്മൂമ്മ പറയട്ടോ. Audience